ഇന്ന് ഇത് പറയട്ടെ എങ്ങനെ തുടങ്ങണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു മരിച്ച വീട്ടിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്നാ പറയുന്നത്, നിങ്ങളിൽ ഒത്തിരി അധികം ആൾക്കാരും അറിഞ്ഞു കാണുമായിരിക്കും. കാരണം ന്യൂസ് ചാനലിലൊക്കെ കേട്ടിട്ടുണ്ട് ഒരു കുടുംബത്തിൽ 4 പേര് തൂങ്ങി മരിച്ചു എന്നുള്ള വാർത്ത. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാനായിട്ട് കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ വാട്സപ്പ് ഫുള്ള് നിറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ പേർക്ക് തിരിച്ച് റിപ്ലൈ കൊടുത്തു. പക്ഷെ വീണ്ടും ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ അടുത്താണോ, നിങ്ങളുടെ നാട്ടിലാണോ, അറിയാവുന്നവരാണോ, അങ്ങനെ ഒത്തിരി മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഫോണ് ഹാങ് ആകത്തേ ഉള്ളൂ. അതേ ഫോണ് അത്രയ്ക്ക് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പിഞ്ചു കുഞ്ഞുങ്ങളെ, നല്ല കിളിക്കുഞ്ഞുങ്ങൾ കൊടുക്കുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നിട്ടാണ് അവർ മരിച്ചിരിക്കുന്നത്. ആരാണ് കൊന്നത്, എന്നാ പറയുന്നത്, അപ്പനും അമ്മയും കൂടെ ചേർന്നാണോ, അതോ അപ്പനാണോ അതോ അമ്മയാണോ, ഇതൊന്നും നമുക്കറിയത്തില്ല. ഞാൻ സത്യത്തിലുണ്ടല്ലോ, മരിച്ചിടക്കിനും ഒരു രോഗിയെ കാണാൻ പോകുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നല്ലൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് ഈ മരണത്തിന് പോകാൻ എനിക്കൊരു ശക്കലം പോലും താല്പര്യമില്ല. കാരണം എനിക്കിനിയും പിന്നെ പോയി കഴിയുമ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും സത്യം. പണ്ട് ഞാനും എൻ്റെ മക്കളും കൂടെ തന്നെ ആറ്റിയാലി താമസിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ തൊട്ടടുത്തൊരു വീട്ടിൽ അമ്മയൊക്കെ ജോലിക്ക് പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വീട്ടിൽ ഇടിഞ്ഞുമുഴ എന്ന് പറയാം അവരുടെ അവരുടെ വീട്ടുപേര്. അവിടുത്തെ ചേച്ചിയുടെ ഒരു കുഞ്ഞ് മരിച്ചു, ഒരു പെൺകുഞ്ഞ്. അതിനെ ഈ വെള്ള ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് മുല്ലപ്പൂവിൽ പൊതിഞ്ഞ് അതിപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. അത് ഓർക്കുമ്പോൾ എനിക്കെൻ്റെ അറിയാണ്ട് എൻ്റെ ചങ്ങനകത്തൊരു വിറയൽ വരും. കാരണം നമുക്ക് വലിയ വിറയൊക്കെ നമ്മൾ ഡെഡ് ബോഡിയാണ്. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കാനായിട്ട് പഞ്ചായത്തിൽ നിന്ന് പിള്ളേർ വരുമല്ലോ, ആ ഒരു കൊച്ചു വന്നതാണ് കേട്ടോ. എൻ്റെ സിന്ധു ചേച്ചി എങ്ങനെ പോകും സിന്ധുന്ന് എനിക്കറിയത്തില്ല, ഞാൻ പോകുന്നില്ലെന്ന്. സത്യം പറഞ്ഞാൽ ഈ മരണത്തിന് പോകാൻ എനിക്കൊരു ശക്കലം പോലും താല്പര്യമില്ല. പക്ഷേ എന്തോ ഉഷേച്ചിയും എല്ലാവരും നമ്മളെ അറിയാവുന്ന ചേച്ചിമാരൊക്കെ പോകുന്നു, നീ വരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് രാവിലെ മുതൽ കോൾ വന്നുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. 2-3 പേര് 3-4 പേര് വിളിച്ചു, വരുന്നില്ലേ എന്ന് ചോദിച്ചേ. അപ്പം പോയേക്കാന്ന് ഞാൻ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ശരിക്കും പറഞ്ഞാൽ ചില മനുഷ്യരുണ്ട് എങ്ങനെയും മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട്, അവരെയൊക്കെ പറയേണ്ട പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്നതാണെന്ന് എനിക്ക് അറിയത്തില്ല. അത്രയ്ക്കും ആ ചെറുക്കനുണ്ടല്ലോ, എല്ലാ പണിയും ചെയ്ത് ജീവിക്കുന്ന ഒരു ചെറുക്കനായിരുന്നു. ഇപ്പോൾ ഓട്ടോ ഓടിയിട്ട് മാത്രമല്ല മറ്റുള്ള പണികൾക്കൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ അലമ്പരൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ അത് നമുക്കറിയത്തില്ല. എന്നാലും ഞാൻ പറയാണ്, പണി ചെയ്തൊക്കെ ചെയ്യാം. പക്ഷെ അത്രമാത്രം ടോർച്ചർ ചെയ്തിട്ടെങ്ങാണ്ടാണ് ആ ചെറുക്കൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആത്മഹത്യ ഒന്നിനും ഒരു പോംവഴിയല്ല, ഒന്നിനും ഒരു പരിഹാരമല്ല. അതും ഇപ്പോൾ കല്യാണിക്കുട്ടി കയറി വന്നേ. സത്യത്തിൽ ഞാൻ ഇവിടെ നിന്ന് കരയായിരുന്നു. കല്യാണിക്കുട്ടി കയറി വന്നപ്പോഴത്തേനും എന്നോട് ആ കൊച്ചു പറയുന്നത് കേട്ടേ, സിന്ധുമ്മേ എൻ്റെ കൂടെ പഠിക്കുന്നതാ, അവൻ്റെ പേര് ദേവന്നാ. എങ്ങനെയാ സിന്ധുമ്മേ അങ്ങനെ തൂക്കിക്കൊല്ലുന്നത്? എനിക്ക് കല്യാണിയുടെ മുഖവും കിങ്ങിണിയുടെ മുഖവും മറ്റുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖം ഓർമ്മ വന്നിട്ടുണ്ടല്ലോ. ശരിക്കും തോന്നി, എങ്ങനെ തോന്നും? അടിക്കാനോ ഇടിച്ചോ എങ്ങനെയോ കൊന്നിട്ട് കെട്ടി തൂക്കിയായിരിക്കും. എങ്ങനെ ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും അച്ഛൻ എന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാണല്ലേ. മിണ്ടാൻ സംസാരിക്കാറായ കുഞ്ഞുങ്ങളല്ലേ, 4-6 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ്. എന്നിട്ട് കല്യാണി പറയാം, സിന്ധുവേ സമ്മാനമൊക്കെ കിട്ടിയവന്, നല്ല ദേവൻ നല്ലതാ, പാവമാ, അവന് സമ്മാനമൊക്കെ കിട്ടിയെന്ന്. എങ്ങനെ തോന്നി, എന്തിനിതൊക്കെ ചെയ്യുന്നു? കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷൈനിയ മക്കളെ കൊണ്ട് മരിച്ച കാര്യം. ഒരു പരിധി വരെ ഇതിങ്ങനെ ഒരു ആൾക്കാർ ചെയ്യുമ്പോഴും ബാക്കിയുള്ളവർക്കൊരു ആകുവാണെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി, എൻ്റെ ഭാര്യയും മക്കളല്ലേ, ഞാൻ വലിയ നല്ലവനാ, അല്ല ഞാൻ നല്ലവളാവും, എൻ്റെ കൂടെ കൂട്ടാന്ന് ഒരു ഉറുമ്പിൻ്റെ പോലും ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ ജനിപ്പിച്ച മക്കളെ എങ്ങനെ കൊന്നിട്ട് ഇങ്ങനെ ആവുന്നു? എത്രയോ മക്കള് ഇല്ലാത്ത അമ്മമാരും അപ്പന്മാരും ഉണ്ടെന്നറിയാം, എത്രയോ സങ്കടപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടെന്നറിയാം. ഞങ്ങൾക്ക് മക്കളില്ല സിന്ധുവെന്ന് പറഞ്ഞാൽ ദൈവമേ, ആരെങ്കിലും വളർത്തിക്കൂടിയല്ലായിരുന്നു? ആ ചെറുക്കൻ്റെ അപ്പനും അമ്മയുടെയും കരച്ചിലും ഒക്കെ കണ്ടോ? ശരിക്കും ന്യൂസിനകത്തൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടായി പറയാൻ എൻ്റെ ദൈവമേ, അവൻ അങ്ങനെ വലിയ അലമ്പലും വലിയ പ്രശ്നക്കാരനൊന്നും അല്ലാതെ. എൻ്റെ അമ്മാൻ്റെ ഒരു മോനുണ്ട്, സുരേഷ് എന്നാ ചേട്ടൻ്റെ പേര്, എൻ്റെ ആങ്ങളെ മൂത്തമ്മാവൻ്റെ. അപ്പം സുരേഷ് ചേട്ടാൻ്റെ കൂടെ HSNDP ഒക്കെ എപ്പോഴും കൂട്ടൊക്കെ കൂടി നടക്കുമായിരുന്നു. അപ്പം സുരേഷ് ചേട്ടായിനെ നമ്മുടെ പപ്പായ ചേട്ടാനെ അളിയാന്ന് വിളിക്കുന്ന കേട്ടിട്ട് ഇപ്പം കയറി അളിയാന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ നിൻ്റെ പെങ്ങളെ കിട്ടിയിട്ടില്ലോ, പിന്നെ നീ എന്തിനാ എന്നെ അളിയാന്ന് വിളിക്കുന്നത് ചോദിച്ചപ്പം സുരേഷ് ചേട്ടൻ്റെ പെങ്ങള് അളിയൻ്റെ ഭാര്യയാണോ എന്നാൽ ഞാനും വിളിക്കും എന്നൊക്കെ പറയുന്നത്. ഇന്നലെ ചേട്ടായി അത് തന്നെ പിന്നെയും രാത്രി മൊത്തം പറയായിരുന്നു. ഇന്നലെ രാത്രി ഒരു
സന്ധ്യ ആയപ്പോൾ തുടങ്ങി എൻ്റെ അമ്മൂൻ്റെ ഫോണിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് മെസ്സേജ്. അമ്മു നിങ്ങളുടെയാണോ അടുത്താണോ, അമ്മൂൻ്റെ ഹെയർ ഓയിൽ ഫുൾ അങ്ങനെ വന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ഇന്ന് ഞാൻ രാവിലെ ഒരു 10-11 മണി വരെയൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓർത്തു വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവർ മരിച്ചേക്കുന്നത് ഒരു എന്താ പറയുക വണ്ടിയുടെ CCയുടെ അടവ് 2 മാസത്തെ മുടങ്ങിയതിന് ടോർച്ചർ ചെയ്തതിന് വേണ്ടിയിട്ടാണ് മരിച്ചിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ എന്നാ പറയുന്നത് ഫിനാൻഷ്യലി ഇച്ചിരി പുറകോട്ടാണ് എന്നൊക്കെ ഉള്ളവരെ കയറ്റിക്കൊണ്ട് വരും. അല്ലെ ഒരു മാസം എന്നെ ഈ പലിശയും കൂട്ടുപലിശയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറച്ചുകൂടി തവണ കൂടുതൽ അടപ്പിച്ച് അല്ലെങ്കിൽ ഇച്ചിരിയോട് പൈസ കൂടുതൽ മേടിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളൊക്കെ ഒരു ആത്മഹത്യയിലോട്ട് തള്ളി വിട്ടിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ സ്വത്ത് ഉണ്ടാക്കിയിട്ട് ആർക്കും നേടാനും പ്രൈവറ്റ് ബാങ്കിങ് കണ്ടാന്ന് തോന്നുന്നു. സ്ഥലമൊക്കെ പറയുന്നത് കേട്ടു. അപ്പം അങ്ങനെ ചെയ്ത് കോടീശ്വരന്മാരായിട്ട് ഒന്നും നേടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. നമുക്കെല്ലാം ഈ ഭൂമിയിലെ ഒരു 6 അടി മണ്ണ് കിട്ടി നല്ലൊരു ഡ്രസ്സ് പോലും കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ എന്തിനിങ്ങനെ ഈ സത്യം എന്തിനിങ്ങനെ വെട്ടിപ്പിടിച്ചുണ്ടാക്കുന്നത് അല്ലേ? അയ്യോ എനിക്കറിയത്തില്ല. അച്ഛൻ്റെ വരച്ചിൽ കാണണം ചെറുക്കൻ്റെ. പിന്നെ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, നല്ല മനുഷ്യരാണ് അവരെല്ലാവരും. ചേട്ടായിക്കൊക്കെ കുഞ്ഞിനെ പണ്ട് പോലേ അറിയാമെന്ന് പറയാം. എനിക്ക് പിന്നെ ചേട്ടായി കല്യാണം കഴിച്ചതിന് ശേഷമുള്ള പരിചയമുള്ളൂ കേട്ടോ. അപ്പം അപ്പൻ്റെയൊക്കെ കണ്ണുനീരിൻ്റെ വില എന്നതായിരിക്കും എന്ന് അറിയാമോ? പുള്ളി കടം വിറ്റിട്ട് ഇവൻ്റെ കടം വീട്ടിയേക്കാന്ന് പറയുന്നത്. ഇതല്ലെങ്കിൽ ഈ ചെറുക്കൻ ഓട്ടോ കൊണ്ടുപോയി അവൻ്റെയൊക്കെ തിരുമുമ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും വേറെ ഒരു പണി ചെയ്ത് ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഒരു പരിധി വരെ അത്രയും അവൻ ഭംഗിയായിട്ട് വലിയ അലങ്കരിച്ചൊക്കെ ഓട്ടോ കൊണ്ടു നടക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. ബും ബും എന്നും പറഞ്ഞ പാട്ടൊക്കെ ഇട്ട് ഭയങ്കര രീതിയിൽ അവൻ കൊണ്ടു നടക്കാൻ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവനത് അത്രമാത്രം കുഞ്ഞുങ്ങളെ പോണൊക്കെ സ്നേഹമായിരുന്നായിരിക്കാം ചിലപ്പം. അതുകൊണ്ട് അവൻ വിട്ടുകൊടുക്കാൻ തോന്നിക്കാണിയായിരിക്കും. എന്നാലും ഞാൻ ഓർക്കുമായിരുന്നു, ഒന്ന് ചിന്തിച്ചാൽ പോരെ, ഒന്ന് തിരിച്ച് ചിന്തിച്ച പോട്ടെ. ഇനി നമുക്കൊരു വിഷമം തോന്നി നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ മക്കളെ എങ്ങനെ ചെയ്യാൻ തോന്നും? ഞാനത് തന്നെ പിന്നെ ആലോചിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നൊരു പണി ചെയ്താൽ 500, എന്തൊരു പണിക്ക് പോയാലും ഒരു 500 രൂപ കൂലി കിട്ടും. പ്രത്യേകിച്ചാണ് നിങ്ങൾക്ക് 10, 600, 700, 800 രൂപ കിട്ടും. ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കത്തില്ലേ അല്ലേ? പിന്നെ ഒരു പരിധി വരെ പറയാതിരിക്കാൻ മേല. അപ്പം തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിലും 5-6 മാസത്തെ പെൻഡിങ്. ചിലപ്പോൾ അപ്പം കൊച്ചൊക്കെ അല്ല എൻ്റെ അമ്മയൊക്കെ പണിക്ക് പോകുന്നതായിരിക്കും. ഈ പെൻഡിങ് ഇല്ലാതെ ഇത് കിട്ടുവാണെങ്കിൽ ഒരു ചെറിയൊരു ആശ്വാസമാകത്തില്ല. ഇപ്പം 5-6 മാസമായിട്ട് 5-6 മാസമായെന്ന് എനിക്ക് തോന്നുന്നു തൊഴിലുറപ്പ്, എൻ്റെ പൈസ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ ഇതിനകത്ത് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒരു പാവങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചാൽ പൈസ കൊടുക്കുക, അതുകൊണ്ട് തന്നെ പാവങ്ങൾക്ക് ഒരു ശക്കലമെങ്കിലും ഒരു ഇളവൊക്കെ കൊടുക്കുക. മനുഷ്യരല്ലേ ഇത് വെട്ടിപ്പിടിച്ച് ആർക്കും ഒന്നും കൊണ്ടുപോയി ഒന്നും നേടാൻ പറ്റത്തില്ലെന്നേ. സത്യം എനിക്ക് സത്യത്തിൽ പോകാനായിട്ട് എങ്ങനെ ആ മുഖങ്ങളെ കാണും എന്ന് ഓർത്തിട്ട് എനിക്ക് ഇപ്പോഴേ അടിച്ച് അങ്ങനത്തെ ഒരു വിഷമമാണ്. പക്ഷെ പോകാതിരിക്കാനും പറ്റത്തില്ലാത്തൊരു സ്റ്റേജ്. അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം. അതുപോലെ തന്നെ പിന്നെ ഇന്നലെ വേറൊരു മരണം ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ തൊഴിലുറപ്പിലുള്ള ഒരു ചേട്ടനാണ് കേട്ടോ. ഒരു പഞ്ചപാവൻ ചേട്ടൻ. അമ്മ കഴിഞ്ഞ ദിവസം വീഡിയോക്ക് അതേലോ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇവിടെ ഇല്ല, അമ്മ മരിച്ചു വീട്ടിൽ പോയിരിക്കുകയാണ്. അത് ആ പെണ്ണിൻ്റെ പേര് സിന്ധു എന്നാണ് കേട്ടോ. അവർക്ക് 3 ആൺമക്കളെ ദൈവം കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ വീണ് പീരുമേടി വെച്ച് സ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ കൈ വീഴാനോ അങ്ങനെ കണ്ട് പോയി. ഒരു കുഞ്ഞിനെ 16 വയസ്സായപ്പോൾ ദൈവം കൊണ്ടുപോയി. അത് കഴിഞ്ഞൊരു 10 വർഷം മുമ്പ് നമ്മുടെ ഇവിടെ ആറ്റിൽ 14 വയസ്സുള്ള 2ാമത്തേനെ കൊണ്ടുപോയി. ഇപ്പോൾ ഒരു കുഞ്ഞേ ഉള്ളൂ, ഒരു മോനേ ഉള്ളൂ. അവൻ +2 പരീക്ഷ എഴുതിയിട്ട് നിൽക്കുക. എന്നിട്ട് ഈ അപ്പനും അമ്മയും കൂടെ ഇപ്പോൾ കഷ്ടപ്പെട്ട ഒരു വീടൊക്കെ വെച്ച് കയറി താമസിച്ചിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. ഇപ്പം പെട്ടെന്ന് പുള്ളിക്ക് ന്യൂമോണിയ വന്ന് ശ്വാസം മുട്ടൽ കൂടി പുള്ളി മരിച്ചു. ആ പെണ്ണിൻ്റെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. എങ്ങനെ സഹിക്കും? ചില നേരം ദൈവം ഇല്ലേന്ന് തോന്നിപ്പോവും. ഒത്തിരി ഇങ്ങനെ മനുഷ്യർ കൊടുക്കുമ്പോഴത്തേക്കുവേ നമുക്ക് പിടിച്ച് നിൽക്കാൻ വയ്യാത്തൊരിതാകത്തില്ലേ. മക്കളെയും കൊണ്ടുപോയി ഭർത്താവിനെയും കൊണ്ടുപോയി. ഒന്ന് ഓർത്ത് നോക്കി. നമുക്ക് എത്രയാന്ന് പറഞ്ഞാലും നമ്മുടെ മക്കളെല്ലാവരും ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ആയിക്കോട്ടെ ആരോഗ്യത്തോടെ ആയുസോടെ ഇരിപ്പുണ്ടെന്നുള്ള ഒരു ആശ്വാസം മാത്രം മതി ഈ അച്ഛനമ്മമാർക്ക്. ഉണ്ടല്ലോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴേ അറിയാണ്ട് മനസ്സ് വേദന വരും. കാരണം നമ്മളിങ്ങനെയുള്ള വേദനകളിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹൃദയം വേർപാടിൻ്റെ വേദന, അത് വേദനാജനകമായിട്ടുള്ളൊരു കാര്യം. അത് നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടത്തില്ല അതല്ലേ. അപ്പം നമ്മുടെ മക്കളെയും കൊണ്ടുപോയി, നമ്മുടെ ഭർത്താവിനെയും കൊണ്ടുപോയി, പിന്നെ എങ്ങനെ ജീവിക്കും? പക്ഷേ സത്യം പറഞ്ഞാൽ അന്നേരം ഈ തൊഴിലുറപ്പിനൊക്കെ വന്നു കഴിഞ്ഞാൽ സിന്ധു എന്നാ പുള്ളിക്കാരത്തിൻ്റെ പേരെ, കൂടിപ്പോയ 10-50 വയസ്സ് കാണിയല്ലായിരിക്കും. ഏകദേശം ഞങ്ങളൊക്കെ ഏകദേശം ഒരേ ഏജുകാരായിരിക്കും. ആ ചേട്ടന് 61 വയസ്സ് കൊണ്ടുണ്ടായിരുന്നു.
ഒരു പഞ്ചഭാവം എന്ന് വെച്ചാൽ ഒരു പഞ്ചഭാവം വെച്ചു കേട്ടോ. അപ്പം ചിലപ്പം ഞങ്ങളുടെ ഒരുമിച്ചായിരിക്കും സിന്ധു എന്നുള്ള 3 സിന്ധുമാരുണ്ട് ഞങ്ങൾ തൊഴിലുറപ്പിൽ. അപ്പം അടുപ്പിച്ചായിരിക്കും. അപ്പം ഞാൻ ഒപ്പിടുന്ന ഉടനെ അല്ലെങ്കിൽ അവരൊപ്പിടുന്ന ഉടനെ എന്നോട് പറയും ദേ അടുത്തത് സിന്ധുവിൻ്റെ കേട്ടോ. ആ മനുഷ്യനാണല്ലോ അത്. രണ്ടുപേരോട് ഒരുമിച്ചാണ് അലക്കാൻ പോകുന്നതും. ഈ കുഞ്ഞുങ്ങളും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കേ മനസ്സിൻ്റെ ആ ഒരു വിഷമം കൊണ്ടായിരിക്കും രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മുടെ ഉഷേച്ചിലേക്ക് വീണ്ടും ഇപ്പുറത്തായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്ന വാടകയ്ക്ക്. ഇപ്പം ഇച്ചിരി അപ്പുറത്തോട്ട് മാറി അത്യാവശ്യം നല്ലൊരു വീടൊക്കെ വെച്ചു. ഞാൻ ഓർക്കുമായിരുന്നേ, വീടൊക്കെ വെച്ച് ഇതായി അടച്ചറവുള്ളൊരു വീട് പണിതു. പക്ഷേ എത്രയാന്ന് പറഞ്ഞാലും മക്കൾ ഇല്ല. ഈ ഒരു കുഞ്ഞാണുള്ളത്, +2 പഠിക്കുക. ഇനി അവനെ പഠിപ്പിച്ച് കെട്ടിക്കൊണ്ട് വരണേ എന്തേരം പൈസ വേണം. ചില സമയത്ത് ദൈവം ഒറ്റപ്പെടുത്തി കളയുന്ന ഒരു ഇത് പുറകു തോന്നും, ഫീൽ ചെയ്യും. അയ്യോ അതൊരു അതിൻ്റെ വേദന ഇങ്ങനെ തിക്കി വെച്ചോണ്ടിരിക്കുകയാണ് ഞാൻ കാണുമ്പോൾ ഉണ്ടല്ലോ. കഴിഞ്ഞ സമൂഹനോട് പറയാം നമ്മെ ദൈവത്തെ ഓർത്ത് ഇങ്ങനെ വിഷമിക്കാതെ എന്നെ ഇങ്ങനെ പോയില്ലേ, ദൈവമല്ലേ കൊണ്ടുപോയത്. അപ്പം ദൈവം ബാക്കിയുള്ള പ്രതിവിധിയും കൂടെ കാണും. ആ ചേച്ചിക്ക് ആശ്വാസം കൊടുക്കാനായിട്ട് ദൈവം എന്തെങ്കിലും വഴി കാണും എന്നൊക്കെ പറയുവാണേ. അപ്പം ഞാനുണ്ടല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നടന്നത് നമ്മുടെ വീട്ടിലെ പോണൊക്കെ എൻ്റെ മനസ്സിൽ തോന്നും. അങ്ങനെ ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും ഭയങ്കര. കാരണം മനുഷ്യപ്പറ്റുള്ളവർക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു കൂടപ്പുറപ്പുകളെ പോണൊക്കെ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും വരുമ്പോഴത്തേക്കേ ഒരു ഭയങ്കര വിഷമമാണ്. തൊഴിലുറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുറപ്പിനുള്ള അത്രയും എണ്ണം ഞങ്ങൾ ഒറ്റ കെട്ടാണ് കേട്ടോ, ഒറ്റ ചങ്കുകളാണ്. ഞാൻ ഈ വർഷമാണ് ഇറങ്ങിയത്. എങ്കിൽ പോലും എനിക്ക് എല്ലാവരും അത്രമാത്രം ഇഷ്ടവും സ്നേഹവും ഒക്കെ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതെ. അങ്ങനെ ഞങ്ങൾ തൊഴിലുറപ്പിൽ നിന്ന് ഞങ്ങളിൽ ഒരാൾ പോയതിൻ്റെ ഒരു വേദനയിൽ ഇരിക്കുകയായിരുന്നു. അത് പിന്നെ അസുഖം കാരണം ദൈവം കൊണ്ടുപോയതാ. പക്ഷെ ഇതൊക്കെ എന്നതാ എന്തിന് എനിക്കറിയത്തില്ല. എന്തായാലും പോയിട്ടൊക്കെ വരാം. വന്നിട്ട് എനിക്കറിയത്തില്ല, എന്തായാലും പോയിട്ടൊക്കെ വരട്ടെ. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്താണോ ഓട്ടോ ഡ്രൈവർ മരിച്ചത്, അങ്ങനെ ഇങ്ങനെ. ഇന്നലെ ആയിരുന്നു അവരുടെ അടക്കും കാര്യങ്ങളും ഒക്കെ. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ഞാൻ അടക്കിന് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ദൈവം, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇത്രയും വേദന ഉള്ള ഒരു ശവമടക്ക് കണ്ടിട്ടില്ല. ഇത്രയും മനസ്സ് വേദനിച്ച ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ, സത്യം. ഈ നമുക്ക് മരണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതൊരു ഭയങ്കര സംഭവമായിപ്പോയി. പിഞ്ചു കുഞ്ഞുങ്ങളുടെ കിടപ്പ് ഒരു രീതിയിൽ സഹിക്കാൻ പറ്റത്തില്ലാത്ത കിടപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കറിയത്തില്ല, അതുങ്ങളുടെ മുഖത്തോട്ട് നോക്കിയാൽ അതുങ്ങൾ മരിച്ചു കിടക്കുമെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. എന്നാ പറയുന്നേ, ഉറങ്ങിക്കിടക്കുവാണോ, ഒരു പ്രത്യേക ഒരു സൗന്ദര്യം ആ കുഞ്ഞുങ്ങളുടെ രണ്ടിൻ്റെ മുഖത്ത്. അച്ഛൻ്റെ അമ്മയുടെ മാതിരിയല്ല, ആ കുഞ്ഞുങ്ങളുടെ രണ്ടിൻ്റെ മുഖത്ത് കേട്ടോ. രാത്രിയിലുണ്ടല്ലോ ഒരു ശകലം ഉറങ്ങാൻ പറ്റിയിട്ടില്ല എനിക്ക്. ചേട്ടായോട് ഞാൻ ചേട്ടായോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യത്തില്ല. പക്ഷെ ഞാൻ ഇന്നലെ ചേട്ടായോട് ഇതിന് പൊക്കോട്ടെ എന്ന് ഞാൻ ചോദിച്ചില്ല. കാരണം ചേട്ടായി പറയും പോകണ്ട സിന്ധു, അത് കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ നിൻ്റെ മനസ്സിലാവും പോകണ്ടെന്ന് പറയുന്നത് എനിക്ക് 100% അറിയാം. അതുകൊണ്ട് ഞാൻ ചേട്ടായോട് ചോദിച്ചില്ല പൊക്കോട്ടേന്നേ. ഇവിടെ വൈകിട്ട് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ചേട്ടായി ഞാൻ പോയിട്ടുണ്ട്, നിനക്ക് ഇത് ബുദ്ധിമുട്ടാവുമെന്ന് അറിയാമെന്നല്ലേ പിന്നെ നീ എന്തിനാ അതിന് പോയേന്ന് ചോദിച്ചു. ചേട്ടായി സാരമില്ല ചേട്ടായി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റില്ല. കാരണം ആ കുഞ്ഞുങ്ങളുടെ രണ്ടിൻ്റെയും മുഖം, പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും മുഖമല്ല എൻ്റെ മനസ്സിലോട്ട് വരുന്നത്, കുഞ്ഞുങ്ങളുടെ കൺപീലിയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര നീളമാണ്. ഒരെണ്ണത്തിൻ്റെ കണ്ണ് ചെറുതായിട്ട് തുറന്നിരിക്കുക കേട്ടോ. എന്നിട്ട് ആ വെല്ലുപ്പൻ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഉമ്മ കണ്ടാൽ മതിയേ അവരെങ്ങനെ എത്ര സന്തോഷത്തോടെ ജീവിച്ചൊരു ഫാമിലിയാണെന്ന് അതിൽ നിന്ന് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും ശരിക്കും. കാരണം അപ്പനും അമ്മയും മകനും മകൻ്റെ ഭാര്യയും ആ 2 കുഞ്ഞുങ്ങളും കൂടെ ആ വീട്ടിൽ താമസിക്കുന്നത്. 32 വയസ്സും കണ്ടാണ് അവനുള്ളത്. അവൻ അത്ര അലമ്പ് പിടിച്ച ഒരു പയ്യനൊന്നും അല്ല. ആ 32 വയസ്സായ ഒരു മോനും അച്ഛനും അമ്മയും കൂടെ അത്രയും ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ചെറിയ വീടൊക്കെയാണ്. ആ വീട്ടിൽപ്പെട്ട സാധനങ്ങളെല്ലാം വീടിനകത്തുണ്ട്. പക്ഷെ അവർക്ക് മനസ്സ് വെച്ചാൽ ഈ ചെറിയ കടമൊക്കെ വീട്ടിൽ പോകാമെന്ന കാര്യം ഉള്ളായിരുന്നു. പക്ഷെ എന്തിനാണ് അവൻ ഇങ്ങനെ ഈ ഒരു ചിന്തയിലോട്ട് പോയെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അവൻ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ച ഒറ്റ പ്രാവശ്യം അല്ല ഏതെങ്കിലും നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോടൊന്ന് ഷെയർ ചെയ്യുമോ, എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇതിൽ നിന്ന് പിന്തിരിയായിരുന്നു. സത്യം ഞാൻ പറയാം, ഒരിക്കലും നമുക്കൊരു വാശി തോന്നി നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയാൻ നോക്കിയാലും നമ്മുടെ മക്കളെ നമുക്ക് ചെയ്യാൻ തോന്നുമോ? അതെങ്ങനെ സാധിച്ചെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് സീലിംഗ് ഹാളിനകത്തുണ്ടല്ലോ ഈ സീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈസ് സാധനമൊക്കെ വെച്ച് സീൽ ചെയ്യുമല്ലോ, ഇപ്പോൾ ചിപ്സും ബോർഡോ അങ്ങനെ എന്തോ സാധനം വെച്ച് സീൽ ചെയ്യലേ, അങ്ങനെ സീൽ ചെയ്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് റൗണ്ടാക്കി എന്നാ പറയുന്നത് ഈ ആക്സ്ട്രോ ബ്ലേഡോ എന്തോ വെച്ച് കട്ട്
കട്ട് ചെയ്ത് എടുത്ത് കളഞ്ഞിട്ടാണ് ഷീറ്റിന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന കമ്പിയിൽ ആ കുഞ്ഞുങ്ങളെയും ആ പെണ്ണിനെയും കെട്ടി തൂക്കി അവനും ചത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ വല്ല ഉറക്ക ഗുളികയോ കുഞ്ഞുങ്ങൾക്ക് ഭാര്യയ്ക്കും വല്ല ഉറക്ക ഗുളികയോ അല്ലെ വിഷമോ എന്തെങ്കിലും വല്ല ഫുഡിനകത്ത് വല്ലതും കൊടുത്ത് കാണും. ഈ ഇവരെ കൊന്നതിന് ശേഷമേ അവന് കെട്ടി തൂക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ എത്രയാണെങ്കിലും കുതറുമ്പോൾ ഇതെല്ലാം കൂടെ പറഞ്ഞ് താഴെ വീഴും. അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള സാധനം അല്ലല്ലോ ഈ സീലിങ്. അയ്യോ കണ്ട് നിൽക്കാൻ പറ്റത്തില്ലാത്തൊരു കാഴ്ചയായിരുന്നു അവിടുത്തെ. അവൻ പന്ന ഒരു ചെറുക്കനാണ്, അല്ല മോളൊരു പന്നയാണെങ്കിൽ അത്രയും ജനങ്ങൾ കരയുമോ. അയലോക്കംകാരും വീട്ടുകാരും നാട്ടുകാരും ഇതേപോലൊക്കെ ചേട്ടന്മാരും ആണുങ്ങളും ഒന്നും കരയുന്ന ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാവരും SNDP-കാരായിക്കോട്ടെ പാർട്ടിക്കാരായിക്കോട്ടെ വലിയ ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ അവിടെ വന്നവർ മൊത്തം അലമുറയിട്ട് കരയുന്ന ഒരു ഇതായിരുന്നു ഇന്നലെ കണ്ടത് കേട്ടോ. അയ്യോ ഭയങ്കരം എന്ന് വെച്ചാൽ ഭയങ്കരമായിപ്പോയി. എന്തിനിങ്ങനെ ചെയ്ത് എന്തിനേലും പ്രതിവിധിയാണോ? ഞാൻ മനസ്സിൻ്റെ ആലോചിച്ച് എന്നറിയുന്നതൊക്കെ ആ മോന് അവൻ്റെ ഭാര്യനെ അവൻ്റെ മക്കളെയായിട്ട് അവൻ രക്ഷപ്പെട്ടു. അപ്പോഴെങ്കിലും അവൻ ആ അപ്പനെ അമ്മേനെയും ചിന്തിച്ചിട്ടുണ്ടോ? ഇവൻ പാടുപെട്ട് വളർത്തത് ഇവർക്ക് തന്നെ ആ അപ്പനും അമ്മയും പാടുപെട്ട് വളർത്തിയതല്ലേ. ആ മോൻ്റെ കണ്ടോട്ട് നോക്കിയല്ലേ ആ അപ്പനും അമ്മയും ജീവിച്ചത്. ഇപ്പം അത്രയും പ്രായമായ മനുഷ്യരാണ്. പിന്നെ അച്ഛൻ മേശിരിമാരുടെ കൂടെ മേയ്ക്കാട് പണിക്ക് പോകുന്ന ആളാണ് കേട്ടോ. പുള്ളിക്കാരൻ കട്ടപ്പനയിലെങ്ങാണ്ടായിരുന്നു പണി, അതിന് പോയതായിരുന്നു എന്ന്. IT പഠിക്കലെങ്ങാണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് വരുമ്പം കാണുന്ന ഇത് ആ സാറേ എൻ്റെ 4 പേരും ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആ സാറേ എന്നൊക്കെ പറഞ്ഞോണ്ടേ ഈ പാർട്ടിക്കാരും ആൾക്കാരും ഒക്കെ വന്നവരോട് പറയുന്നേ. എനിക്കുണ്ടല്ലോ എന്നെ പറയണ്ടേന്നോ, എനിക്ക് എൻ്റെ മനസ്സേ മൊത്തത്തിൽ താളം തെറ്റിപ്പോയി കേട്ടോ. അയ്യോ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു കുഞ്ഞിൻ്റെ മരിച്ചടക്ക് കാണാനേ പോയിട്ടുള്ളൂ പണ്ട്. എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ ആറ്റുകാലിൽ താമസിച്ചപ്പം അതിപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു വിങ്ങലായിട്ടുണ്ടോ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും. കാരണം മക്കൾ കിടക്കുന്ന കാണാൻ നമുക്ക് പറ്റത്തില്ലല്ലേ, കുഞ്ഞുമക്കൾ കിടക്കുന്ന കാണാൻ പറ്റത്തില്ല. അയ്യോ ഒരു കണ്ടു നിൽക്കാൻ പറ്റത്തില്ലാത്തൊരു കാഴ്ചയെ കൂടെ ഈ ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞത് കടന്നു പോയേക്കുന്നത്. ഇനി ഒരാഴ്ചത്തേന് എനിക്ക് ഈ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കണമെങ്കിൽ ഞാൻ എന്നാ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. ആരും ആത്മഹത്യ ഒരു പോംവഴിയായിട്ട് തിരഞ്ഞെടുക്കരുത് എൻ്റെ പൊന്നു മക്കളെ, എനിക്കതാ പറയാനുള്ളത്. അതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാവത്തില്ല. നമുക്ക് എങ്ങനെയും ഞാൻ ചെന്ന് കണ്ടിട്ട് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത വീടും അത്യാവശ്യം ഇച്ചിരി ഒത്തിരി കൂടുതൽ നല്ല ഇച്ചിരി സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു പട്ടയം ഉണ്ടെങ്കിൽ അതേണേലും കൊണ്ടുപോയി പണയം വെക്കുവോ അല്ലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ആ കടം വീട്ടിയെടുക്കാവുന്ന കാര്യങ്ങൾ ഉള്ളന്നേ. 3 ലക്ഷം രൂപ ഒരു കടമാണോ? അപ്പം ഇപ്പം നിലവിൽ എനിക്ക് 2.5 ലക്ഷം രൂപ കടമുണ്ട്. 3 ലക്ഷം രൂപ കടമുള്ളതിനാണ് അവനത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നി. ചേട്ടായി ചിലപ്പോഴൊക്കെ അവൻ്റെ ഈ സാധനം മേടിച്ചു കൊടുത്തു വിടുവേ, ഇവിടെ ഉണ്ടേ നമ്മുടെ വീട്ടിലോട്ടെ. അങ്ങനെയൊക്കെ വരുമൊക്കെ ചെയ്യുമ്പോൾ മര്യാദക്കാരനൊരു പയ്യനാണ്. പിന്നെ ഈ പറയാൻ പറ്റത്തില്ല, അത്രയും നോർമലി അവന് ലഹരിയൊന്നും ഉപയോഗിക്കാതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയും കഠിന ഹൃദയമാകാൻ പറ്റുമോ? കൊന്നിട്ടതിന് ശേഷം കണ്ടാണ് അവൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്നാവും എനിക്ക് തോന്നുന്നത്. അതിന് ശേഷമായിരിക്കും അവൻ മരിച്ചേക്കുന്നത്. പക്ഷേ അവൻ്റെ ഉള്ളിൽ തോന്നിയത് ഞാൻ പോവുക, അപ്പോൾ എൻ്റെ ഭാര്യനെ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി, ഇനി എൻ്റെ ഭാര്യനെയും കുഞ്ഞുങ്ങളെയും ഫിനാൻസുകാരോ വീട്ടുകാരോ ആരും വിഷമിപ്പിക്കണ്ടെന്ന് അവൻ കരുതിക്കിട്ടുണ്ടാവും. പക്ഷെ അതൊരു ദൈവത്തിൻ്റെ അടുത്ത് പോലും ഒരു സ്ഥാനമില്ലാത്ത ഒരു പ്രവൃത്തിയായിപ്പോയി. മരിച്ചാലും നമുക്ക് സ്വർഗവും നരകവും ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. അങ്ങനെ ഉണ്ടെ പോലും 3 പേരുടെ ജീവൻ എടുത്തിട്ട് ചെല്ലുമ്പോൾ ദൈവം അവനോട് കരുണ കാണിക്കും, അവനോട് സ്നേഹം തോന്നും, അലിവ് തോന്നും, ഒരിക്കലും തോന്നത്തില്ലാത്ത ഒരവസ്ഥയാണ് കാണിച്ചത്. പക്ഷെ അവൻ നല്ലവനല്ലെങ്കിൽ അത്രയും ജനങ്ങൾ അവിടെ വന്ന് കരയുകയില്ല, അത്രയും കൂട്ടക്കാർച്ച കാറിയല്ല. എനിക്കറിയത്തില്ല എന്തിനിത് ചെയ്തു എന്നുള്ളത് വ്യക്തമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമം. അയലോക്കംകാരൊക്കെ പറയാം പാവം ചെറുക്കനായി, ഞങ്ങളോടൊക്കെ നല്ല ഇടപെടില്ല. പെണ്ണാണെങ്കിൽ അവർ പോയി കഴിഞ്ഞാൽ അന്നേരം കഥവ് അടച്ചിട്ടിട്ട് ആ പെരയ്ക്കകത്തിരിക്കത്തേ ഉള്ളൂ. അതിനെ കൊണ്ട് ഒരു ശല്യമില്ലാത്തൊരു പെങ്കൊച്ച. ആ അമ്മയും പണിക്ക് പോകുന്നതാണ് കേട്ടോ. അവർ രണ്ടുപേരും അത്യാവശ്യം പ്രായമായ മനുഷ്യരാണ്. വലിയ ആരോഗ്യമൊന്നുമില്ല, വലിയ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്ത ഒരു അന്നന്ന് കൂലിപ്പണി ചെയ്യുന്ന ആ അമ്മയ്ക്കൊക്കെ ശരിക്കും ഒരു ആരോഗ്യം പോലും ഇല്ലാത്ത മാതിരിയുള്ള ഒരു അമ്മയും അച്ഛനുമേ. ആ അമ്മയും അച്ഛനും പിന്നെ ഇപ്പോഴും പണിക്ക് പോയാൽ അവർ ജീവിക്കുന്നത്. അപ്പോൾ ഈ മോനും പണിയുന്നുണ്ട്. അപ്പോൾ ഈ 3 പേരൂടെ പണിത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിട്ടാന്ന് കാര്യമുള്ളൂ. ആ അപ്പം പറഞ്ഞത് കേട്ടോ. ആ പുള്ളി പറയുന്നുണ്ട്,
ഞാൻ പട്ടയമാണെങ്കിലും എൻ്റെ വീടാണെങ്കിലും വിറ്റിട്ട് നിങ്ങളേത് അടച്ചേക്കാന്നൊക്കെ. ഒരു പരിധി വരെ ലോണൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റോടെ കൊടുപ്പിക്കും. പക്ഷെ 1 2 അല്ലെ പോട്ടെ 10 തവണ മുടങ്ങി കഴിയുമ്പോഴത്തേനും ഇങ്ങനെ കിടന്ന് ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് ചിലവർക്ക് എല്ലാം താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാകത്തില്ല. ചിലപ്പോൾ അത് അങ്ങനെ എന്തോ പറ്റിപ്പോയതാണ് ഇവരെന്ന് എനിക്ക് തോന്നുന്നത്. അംഗൻവാടി വിട്ടതായിരുന്ന പെൺകുഞ്ഞിനെ എന്നിട്ട് പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ഇത് ചെയ്തതെന്ന്. അതുപോലെ തന്നെ കണ്ടില്ലേ ചാലക്കുടി മാളയിൽ ഒരു ചെറുക്കൻ കൊച്ചിനെ കൊന്നേക്കുന്നത് കണ്ടോ? ഒരു ദുഷ്ടകാലൻ. ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ നമ്മുടെ നാട്ടിൽ നിയമം ഇല്ല. കുറച്ച് നാൾ കൊണ്ടുപോയി പോലീസുകാർ കൊണ്ടുപോയി ജയിലിലിട്ടാലും ചപ്പാത്തിയും മുട്ടയും ചിക്കനും എല്ലാം കൊടുത്ത് ആരോഗ്യമാക്കി ഇറക്കി വിടുക ചെയ്യുന്നത്. അല്ലാതെ അവന്മാരെ ഒന്നും ചെയ്തില്ല. അല്ലെങ്കിൽ അന്നേരത്തെ ദേശത്തിന് ഇപ്പം പോലീസുകാർക്കും ജനമൈത്രി പോലീസ് സ്റ്റേഷനായി അടിക്കാനും ഇടിക്കാനും ഒന്നും പാടില്ല. ഇപ്പം പോലീസുകാരെ ദ്രോഹിക്കുന്ന ഒരു കാലമാണ് വന്നിരിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ പോലീസുകാരെയൊക്കെ എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു. ഇപ്പം പോലീസുകാരെ കയറി ദ്രോഹിക്കുന്നത് നമ്മൾ വീഡിയോ കാണുന്നതല്ലേ. പിന്നെ അതിഥി തൊഴിലാളികളെന്നും പറഞ്ഞുകൊണ്ട് വന്ന് കടന്ന് കാണിക്കുന്ന കാണാം. പോലീസിൻ്റെ ഈ കഴിഞ്ഞിടയ്ക്ക് കട്ടപ്പനയിട്ട് പോലീസിൻ്റെ അടിക്കുന്നത് ഞാൻ കണ്ട്. വേറെ എവിടെയും കൊണ്ട് ടൗണിൽ ഇട്ട് പോലീസിൻ്റെ നേരെ കസർക്കുന്നുണ്ട്. അത് പറഞ്ഞവർക്ക് മലയാളീസും ഇപ്പം ഒരു പേടി ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ അവനെയൊക്കെ നാട്ടുകാർക്ക് ഇന്നത്തെ ആ ന്യൂസ് ഞാൻ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി നാട്ടുകാർക്ക് ടൂർണം അവനെയൊക്കെ അന്നേരം ശരിയാക്കി കളയണം. അങ്ങനെ ആ അപ്പൻ്റെ അമ്മയുടെ അവസ്ഥ ഓർത്ത് നോക്കി 5 6 വയസ്സ് വരെ വളർത്തി കൊണ്ടുവന്നിട്ട് കൊല്ലുക, വെള്ളത്തിൽ മുക്കി കൊന്ന അതിൻ്റെ മുഖവും അതിൻ്റെ ചിരിയും കണ്ടോ. ഇതന്നെ ഇപ്പം കുറച്ച് ദിവസത്തേന് ഇത് വാർത്തയ്ക്കകത്തും ന്യൂസിനകത്തും അതിനകത്തും മീഡിയക്കകത്തും മാധ്യമങ്ങൾക്കകത്തും ഒക്കെ പറയും. അടുത്ത് 2 ദിവസത്തിനകം ആവും. അപ്പോഴത്തേനും ഇതങ്ങ് വിടും. അതല്ലേ ശരിക്കും നടക്കുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ലേ നടക്കുന്നത്. പക്ഷേ ഒരു പരിധി വരെ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് കണ്ടു. ആ സ്വന്തം അപ്പൻ മകളെ ദ്രോഹിച്ച് ഒരുത്തനെ കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നു. ആ മനുഷ്യൻ ഇപ്പം മരിച്ചു എന്ന്. ശരിക്കും അതാണ് യഥാർത്ഥ പിതാവ്, യഥാർത്ഥ അച്ഛൻ. സത്യം ഞാൻ പറയുക, സ്വന്തം കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുന്നവരെ നമ്മളായിട്ട് ചെയ്യണം. എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ നിയമത്തിന് ഒരു ഇതുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഈ ഓരോ പലിശക്കാരായിട്ടായിട്ടും കാര്യങ്ങളായിട്ടും കൊടുക്കാൻ നേരത്ത് ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ ആയിരിക്കും. പിന്നെ ഒരു പരിധി വരെ അവരുടെ ഇതാണത്, അവരുടെ തൊഴിലാണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചാലും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതൊന്നും നിങ്ങൾക്കൊന്നും ആർക്കും ശാശ്വതമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെ ഈ മറ്റുള്ള കുഞ്ഞുങ്ങളെ കൊന്നിട്ട് നിങ്ങളുടെ മക്കളൊന്നും നന്നായി പോകത്തില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ശരിക്കും ഞാൻ പറയാം ഭയങ്കര ഒരു വിഷമത്തോടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പറയുന്നത് കേട്ടോ. കാരണം ഒത്തിരി അധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയതാ എന്നതാ കാരണമെന്ന്. ശരിക്കും ഇപ്പോഴും ആ ഒരു കടത്തിൻ്റെതല്ലാണ്ട് അവനെക്കുറിച്ച് അങ്ങനെ ഇങ്ങനെ ആരും ഒരു മനുഷ്യനും ഒന്നും പറയുന്നില്ല. ആ ഫാമിലിയെക്കുറിച്ച് ഫുള്ളായിട്ടും അവരിപ്പോഴും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു അച്ഛനും അമ്മയും കുടുംബവും ഒക്കെയാണ്. പക്ഷെ എന്തിനു ചെയ്തു, എങ്ങനെ സാധിച്ചു? ഞാൻ രാത്രി മൊത്തം ചിന്തിക്കുവാണേ, അച്ഛേ എന്നെ ഒന്ന് ചെയ്യല്ലേന്ന് കുഞ്ഞുങ്ങൾ പറഞ്ഞു കാണിയല്ലേ. ഇതല്ലെങ്കിൽ ദയനീയമായിട്ട് അച്ഛനെ നോക്കിയിട്ട് കാണത്തില്ലേ. പക്ഷെ അതിനൊന്നുമുള്ള സാഹചര്യം കൊടുക്കാതെ വല്ല ഫുഡിനകത്തും വല്ല വിഷം ചേർത്ത് കൊടുത്തോ ഓർക്കൂടിയോ എങ്ങാനും കൊടുത്തോ എങ്ങനെയാണോ എന്തായാലും ആ ഒരു കുടുംബത്തെ തീർത്ത് കളഞ്ഞു. സത്യം ഒരു ഇതെന്ന് പറയാം. എനിക്ക് ഒന്നുകൂടെ ഞാൻ എല്ലാവരോടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് എല്ലാവരും പറയാം, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഇന്നത്തെ. പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആ അച്ഛനമ്മമാരെ ഈ മകനും ഒരു മകളും തോന്നുന്നു അവരുടെ ആങ്ങളെമ്മങ്ങളും ആണെന്ന് എനിക്ക് തോന്നുന്നു. മകളും വെച്ചൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അപ്പോൾ ഈ അച്ഛനും അമ്മയും അന്നൊക്കെ അവരുടെ ഈ മക്കളെ വളർത്താൻ വേണ്ടി അവരുടെ ചെറുപ്പത്തിൽ കൂടിപ്പോയ 10 50 100 രൂപയൊക്കെ ആയിരിക്കും ശമ്പളമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് അതേ സമയത്ത് ഒരു ഉപ്പറ ഉള്ള ഏതൊരു ഓട്ടോക്കാരനെ എടുത്ത് നോക്കിയാലും ഒരു 1000 രൂപയ്ക്ക് ഓടാത്ത അല്ലെങ്കിൽ ഒരു 500 രൂപയ്ക്ക് ഓടാത്ത ഓട്ടോക്കാർ കാണിക്കാനാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി ആ മക്കളെ വളർത്താൻ വേണ്ടി ഈ അച്ഛനും അമ്മയും എന്ത് കഷ്ടപ്പെട്ടുണ്ടെന്ന്. എൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ എന്നാ പറഞ്ഞത്, എൻ്റെ ആദ്യ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് പറമ്പിപ്പണിയും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഞാനൊരു വീട്ടിൽ അടുക്കളപ്പണിക്ക് പോയി എൻ്റെ മക്കളെയായിട്ട് പോയി. എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും എനിക്കും ഫുഡും തന്നിട്ട് 40 രൂപയാണ് എനിക്ക് ശമ്പളം തന്നത്. 2 വർഷം തന്ന ശമ്പളമാണ് 40 രൂപ. ആ 40 രൂപ സൂക്ഷിച്ചു വെച്ച് അതിനകത്ത് 20 രൂപയ്ക്ക് എന്തെങ്കിലും ചിലവാക്കി 20 രൂപ സൂക്ഷിച്ചു വെച്ചൊക്കെയാണ് ഞാൻ ഓരോ രീതിയിൽ ഓരോ സാധനം ഉണ്ടാക്കി. ഇതൊന്ന് ഓർത്ത് നോക്കി, അന്നൊക്കെ അത്ര ഉള്ളു ശമ്പളം. ഇന്ന്
എത്ര ഇരട്ടി ശമ്പളം കിട്ടും, ഏതേലും ഒരു പണിക്ക് പോയിട്ട് ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തിനിങ്ങനെ ബുദ്ധിക്ക് ഇങ്ങനെ ഒരു എടുത്തുകാണെന്ന് ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് താങ്ങാനായിട്ടുള്ള ഇതില്ല, കപ്പാസിറ്റി ഇല്ല, അപ്പോഴേ പോയി ചത്തു. നാളെ ഒരവസരത്തിൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താവും നടത്തില്ല. ദൈവം ഒന്ന് കണ്ണടച്ചാൽ തീരാന്ന് കാര്യങ്ങളേ ഉള്ളൂ എല്ലാം. ഇത്ര കോടികളുള്ളവരും കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഏതോ ഒരു കഥ പറഞ്ഞില്ലേ, കൈ പുറത്തോട്ടിട്ടിട്ട് പോയ ഒരു മനുഷ്യൻ്റെ കഥ. ഒത്തിരി വെട്ടിപ്പിടിച്ചു, എല്ലാം പിടിച്ചു, പക്ഷേ എനിക്ക് ലാസ്റ്റായപ്പോൾ ആഹാരം പോലും കഴിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യമായി. ഒന്നുമില്ലാതെ ഞാൻ വെറും കൈയോടെയാണ് പോകുന്നതെന്ന് പറഞ്ഞത്. അന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളുടെയൊക്കെ അവസ്ഥ. ഇങ്ങനെ വെട്ടിപ്പിടിച്ച് മറ്റുള്ളവരുടെ ജീവൻ വരെ ബലിയാടാക്കിയിട്ടുള്ള ഈ പരിപാടികൾ സത്യം അത്രയും കരളലിയുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ ഞാനിപ്പോൾ കണ്ടിട്ട് വന്നേക്കുന്നത്. ഒരു പോളം കണ്ണടയ്ക്കാനായിട്ട് പറ്റിയില്ല. എനിക്ക് പനിയും കാര്യങ്ങളും ജലദോഷവും ഒന്നും ഇല്ലാണ്ടിരിക്കുകയാണ്. എനിക്കിപ്പം ചുട്ടുകൊള്ളുന്ന പനിയാണ് എൻ്റെ ദേഹത്ത്. അത്രയ്ക്കും ശരീരം ചൂടായിട്ടിരിക്കുക എനിക്ക്. സത്യം ഇതൊക്കെ കണ്ടിട്ട് ഉണ്ടല്ലോ, ഞാൻ മനസ്സിൽ വിചാരിച്ചു ഈ പ്രാവശ്യം വിഷുവും വേണ്ട, ഒന്നും വേണ്ട. കാരണം നമ്മുടെ സ്വന്തമല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ പോണക്ക് തന്നെയല്ലേ അവരൊക്കെ. സത്യം ഒരു സാധനം ഉണ്ടാക്കുന്നില്ല. ഞാൻ ചേട്ടായിട്ട് തന്നെ പറഞ്ഞു, നമുക്ക് ഒന്നും വേണ്ട ചേട്ടാ ഈ പ്രാവശ്യം വിഷുവിന്. അത്രയും മനസ്സിനൊരു വല്ലാത്തൊരു നീറ്റലും വേദനയായിപ്പോയി ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ. ഈ വർഷം അങ്ങനെ കുറേ വിഷമങ്ങൾ കിട്ടി. ഇനി ആ വീട്ടിൽ ഇതെല്ലാം തുറന്നു വെച്ചിരിക്കുക. 4 തുള വലിയ എന്നാ പറയുന്നത്, കരണ്ട് കെട്ടാനായിട്ട് കുരുക്കിടാനായിട്ടൊക്കെ. ആ അച്ഛനും അമ്മയും ഇനി ആ വീടിനകത്ത് എങ്ങനെ സമാധാനത്തിൽ കിടന്നുറങ്ങും? ആ വെല്ലിച്ചൻ്റെയും വെല്ലുപ്പൻ്റെയും വെല്ലുമ്മയുടെയും ഒക്കെ കൂടെ ആയിരിക്കുമല്ലേ ആ കുഞ്ഞുങ്ങൾ കടന്നുകൊണ്ടിരുന്നത്. അത്രമാത്രം കൊച്ചുങ്ങളെ ഉമ്മ നോക്കുക, വെല്ലുപ്പനും വെല്ലുമ്മയും. എന്നതാ അവർ ചെയ്ത് കൂട്ടുന്നതെന്ന് അറിയത്തില്ല. അത്തേമൂണൊക്കെ ചെയ്യുക. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി എത്രമാത്രം സ്നേഹിച്ചിട്ട് കാണും. എങ്ങനെ ആ കുടുംബം ഇനി മുമ്പോട്ടേക്ക് പോകും? എന്നതായിരിക്കും അവരുടെയൊക്കെ സമാധാനപരമായിട്ടുള്ള ജീവിതം ഉണ്ടോ ഇനി? എന്നാ ജീവിതമാണ്. ഒരു പരിധി വരെ എൻ്റെ പൊന്നുമക്കളെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ആത്മഹത്യ ഒന്നിനും പ്രതിവിധിയല്ല. ആരും ഇങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. നിങ്ങളുടെ മനസ്സിലോട്ടൊക്കെ എന്തെങ്കിലും സൂയിസൈഡിനെ കുറിച്ചോ എന്തെങ്കിലും, ഇനി പോട്ടെ ആ കുഞ്ഞുങ്ങളെ ആർക്കെങ്കിലും കൊടുത്തിട്ട് ഇവന് മരിക്കാൻ മേലായിരുന്നോ എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിച്ചു. എത്രയോ ആൾക്കാർ മക്കളില്ലാത്തവരുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? എനിക്കറിയത്തില്ല. ശരിക്കും ചില നേരം അത്രമാത്രം വിഷമം വന്നിട്ടാണ് ഞാനിങ്ങനെ എല്ലാം പറയുന്നത് കേട്ടോ. അപ്പം ആരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. ആത്മഹത്യ ചെയ്യാനൊന്നും അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സ് തുറന്നു പറയാൻ പറ്റുന്നത് നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു എന്നുള്ള 1-2 ഫ്രണ്ട്സിനെയെല്ലാം നിങ്ങൾ കൂട്ടാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നത്, നല്ല മനസ്സോടെ കേൾക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. ഇപ്പം നമുക്കിപ്പോൾ അയൽവക്കക്കാർ കൊള്ളത്തില്ലേ, നമ്മൾ ഇച്ചിരി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറിയുള്ളൊരു വീട്ടുകാരോട് കൂട്ടുകൂടുക. ഇതല്ലേ നമ്മുടെ കൂടപ്പറപ്പോട് നമുക്ക് തുറന്നു പറയാനുള്ളൊരു മനസ്സുണ്ടായിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ അത് വഴിമാറി പോയേനെ. കാരണം എടാ നമുക്കത് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊരു വാക്കുകൊണ്ട് മാറിപ്പോകുന്ന കാര്യങ്ങളായി ഈ ആത്മഹത്യ എന്ന് പറയുന്ന സംഭവമൊക്കെ. സത്യം ആ സമയത്ത് ഒരു ഫോൺ കോൾ വരുമോ, ശരിക്കും വെൽ പ്ലാൻഡ് മാതിരി അവന് അത്രയും സമയമെടുത്ത് ആ അച്ഛനും അമ്മയും രാവിലെ പണിക്ക് പോയതിന് ശേഷം ആണ് ഇത്രയും സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. 4 മണിയോ 3 മണിയോ എങ്ങോട്ടൊക്കെ ആയപ്പോഴത്തേക്കുമാണ് അയൽവക്കക്കാരൊക്കെ അറിഞ്ഞിരിക്കുന്നത്. ആ ഒരു പകൽ ടൈം കൊണ്ട് ഇത്രയും ചെയ്തത്. പിന്നെ അടുത്തൊന്നും വലിയ തൊട്ടടുത്തൊന്നും വീടുകളും കാര്യങ്ങളും ഒന്നുമില്ല. അവരോട്ട് പോകുന്ന ആ വഴിയും പ്രദേശമൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാവും. കാരണം അത്രയും വലിയൊരു മലയും കുഴിയും ഒന്നും പറയണ്ട. ഞാൻ ഉഷിച്ചിക്ക് അങ്ങോട്ട് പോയപ്പോഴൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് അവിടെ ഒക്കെ ഒന്ന് വീഡിയോ എടുത്തു. പക്ഷേ അവരുടെ വീടിൻ്റെ അവിടെ ചെന്ന് ആ ബോഡിയെല്ലാം കൊണ്ടുവന്ന് കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മുടെ സമനില തെറ്റിപ്പോകുന്ന മനസ്സിൻ്റെ താളം തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ സത്യത്തിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ സ്കൂൾ അവധിയാണ്, നമ്മൾ നമ്മുടെ മക്കളെ സൂക്ഷിക്കുക. കാരണം ഒരിടത്തോട്ടും ഒരു ബന്ധുക്കാരുടെയും സ്വന്തക്കാരുടെയും ഒക്കെ നമ്മളെ സ്നേഹിക്കുന്നതാണല്ലോ എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ആരുടെയും വീടുകളിൽ ഇന്നത്തെ കാലത്ത് പറ്റിയല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരുടെ വീട്ടിൽ വേണേലും വിടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക. പമ്മി ഇരിപ്പുണ്ട് കാലന്മാർ, പിശാചുക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം കണ്ടില്ലേ 6 വയസ്സ് വരെ വളർത്തിയ മോൻ്റെ കഥ. അന്ന് പറഞ്ഞോണ്ട് കാവരുതേ, ആരും വിടരുതേ. അവനവൻ്റെ മക്കളെ എല്ലാവരും സൂക്ഷിക്കണേ. പ്രത്യേകിച്ച് വഴി സൈഡിലും കാര്യങ്ങളും ഒക്കെ ഉള്ളിടത്ത് കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് എപ്പോഴും ശ്രദ്ധിക്കണേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരെന്ത് ആ കൊച്ചിന് ചാമ്പങ്ങ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവൻ കൂട്ടിക്കൊണ്ട് പോയെന്ന്. ആരെന്ത് കൊടുക്കാമെന്ന് പറഞ്ഞാലും സ്വന്തക്കാരാണെങ്കിലും ബന്ധുക്കാരാണേലും വേണ്ട എന്ന് പറഞ്ഞ ഒരു എത്രയും കയ്യിൽ നിന്ന് ഒന്നും മേടിച്ച് കഴിക്കാതെ. കാരണം മുട്ടായ രൂപത്തിലും ഒക്കെ ഇപ്പോൾ ഒത്തിരിയും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ മയങ്ങി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനും മടിക്കത്തില്ല. നമ്മുടെ ലോകം പറയാണ്ടിരിക്കാൻ പറ്റില്ല, നശിച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ.
ഇങ്ങനെ മനുഷ്യനെ കൊല്ലാനും മനുഷ്യന് മരിക്കാനും വെട്ടിക്കൊല്ലാനും എന്ത് ചെയ്യാനും ഒരു മടിയില്ലാത്തൊരിത് അത്രമാത്രം അധപ്പതിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ നാട്. ദൈവമേ, ഇതിന് എന്നൊരു മോചനം കാണുമെന്ന് എനിക്കറിയത്തില്ല, ഇതിനൊരു സമാധാനം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. സത്യം അത്രമാത്രം എനിക്ക് പറ്റുന്നില്ല. അത്രമാത്രം എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റി. ചേച്ചിയൊക്കെ എന്നോട് ബോഡി എല്ലാവരും വീട്ടുകാരായിരുന്നു. എന്നിട്ട് ഇന്ന് രാവിലെ വിളിച്ച് പറയേണ്ട മോനെ, എനിക്ക് ചങ്കിനകത്ത് എന്തോ വിഷമം പോലെ ആടിയത്. അതാ പറഞ്ഞത്, നമുക്കിത് കണ്ട് നിൽക്കാൻ പറ്റത്തില്ല, കേട്ട് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. എനിക്ക് ഇത്രയും പറയാനുള്ളൂ.